The Union Carbide safety team warned of problems handling methyl isocyanate 3 months before the deadly leak in Bhopal, India. But the warnings were about Carbide's plant. 1984 ഭോപ്പാൽ ദുരന്തമാണ് നമ്മൾ കണ്ടത്. The accident, the 500 doctors in Bhopal have been working without rest, but the number of ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് തെരുവീതികളിൽ അലഞ്ഞ ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ, അംഗവൈകല്യം സംഭവിച്ചവർ, അതിലുപരി ജീവൻ തന്നെ നഷ്ടമായവർ, ഇങ്ങനെ ഒരിക്കലും ഇനി ഉണ്ടാവരുത് എന്നുള്ള ഒരു പ്രതിജ്ഞയുടെ ഭാഗമായിട്ടാണ് അന്ന് ഇന്ത്യ ഗവൺമെന്റ് 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നത്. അതുപ്രകാരം ഏതൊരു ഇന്ത്യൻ പൗരനും വ്യാവസായികപരമായി ഏതൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുമ്പോഴും അതിൽ പ്രകൃതിക്ക് എത്രമാത്രം അല്ലെങ്കിൽ എൻവയോൺമെന്റിന് എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാകുന്നു എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അഥവാ EIA. സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായിട്ട് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് EIA. ഇന്നാണ് നമുക്ക് പ്രതികരിക്കേണ്ടത് നമ്മുടെ നേച്ചറിന് വേണ്ടി, നമ്മൾക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി. സോ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവൻ കാണുക. ജോയിൻ ഇൻ ദി ഗ്രീൻ പ്രൊട്ടസ്റ്റ് വിത്ത് A+ ബയോളജി. EIA 2020 എന്താണ് സത്യത്തിൽ ചെയ്തത്? നമുക്ക് വളരെ ബ്രീഫായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ഇതിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇത് പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് ആണ്. തീർച്ചയായിട്ടും മുമ്പുള്ള EIA നിയമം പരിശോധിച്ചാൽ അതിൽ എത്രമാത്രം വിട്ടുവീഴ്ചകൾ സംഭവിച്ചു അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഈ ഉണ്ടായിരിക്കുന്ന എല്ലാ അപകടങ്ങളും. ഗ്യാസ് പ്ലാന്റ് ലീക്കേജുകളും ഒക്കെ തീർച്ചയായിട്ടും ഈ നിയമത്തിൽ ഒരു പടി മുന്നിലേക്കാണ് സർക്കാർ വരേണ്ടത്. പക്ഷേ ഇപ്പോൾ 2020 ഡ്രാഫ്റ്റ് പ്രകാരം ഏതൊരാൾക്കും പുതിയതായി വ്യവസായം തുടങ്ങുന്നത്, അതിപ്പോൾ മൈനിങ് ആയിക്കോട്ടെ, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്തുമായിക്കോട്ടെ, അവർക്ക് ആർക്കും ഒരു മുൻകൂട്ടി ഗവൺമെന്റിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായ ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. അങ്ങനെ വാങ്ങിച്ചിട്ട് തന്നെ ഇതിന്റെ ഇടയിൽ എത്രയോ മരണപ്പെട്ടു പോയ മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ ഒരു കുടുംബങ്ങളിലേക്ക് വീണ്ടും കരിനിഴൽ വീഴ്ത്തുകയല്ലേ ഈ നിയമങ്ങൾ ചെയ്യുന്നത്? ഇത്തരത്തിൽ ക്ലിയറൻസ് വാങ്ങിക്കാതെ നടത്തുന്ന ഓരോ വ്യാവസായിക ദുരന്തങ്ങൾക്കും ഇനി ആരാണ് ഉത്തരവാദിത്വം പറയുക? ഇത് തീർച്ചയായിട്ടും നാം ഉയർത്തേണ്ട ചോദ്യമല്ലേ? രണ്ടാമതായി ഇത്തരത്തിലൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാവാനുള്ള കാരണം ഇത് പബ്ലിക് ഹിയറിംഗ്സിൻ ടൈം 30 ഡേയ്സിൽ നിന്ന് 20 ഡേയ്സായി കുറച്ചു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സമീപ പ്രദേശത്ത് ഒരു വ്യാവസായികം, ഒരു മൈനിങ് ആയിക്കോട്ടെ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡിഫോറസ്റ്റേഷൻ നടന്ന് അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ആയിക്കോട്ടെ നടക്കുന്നതിന് അതിലെ സമീപവാസികളുടെ ഒരു റെസ്പോൺസ് എടുക്കാറുണ്ട്. അതിനെ ആശ്രയിച്ചാണ് അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് അത് സർക്കാർ വിലയിരുത്താറുണ്ട്. അപ്പൊ ഇത് മൂലം വീണ്ടും വീണ്ടും അപകടങ്ങൾ കൂടി വരാനുള്ള ചാൻസ് അല്ലേ സർക്കാർ ഒരുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. മൂന്നാമതായി പറയുവാനുള്ളത്, സ്ട്രാറ്റജിക് കാറ്റഗറിയിൽ ഇപ്പോൾ സർക്കാർ കുറച്ച് ഡെവലപ്മെന്റ്സിനെ പെടുത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് ഒരു കാര്യം സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ യാതൊരു വിധത്തിലുള്ള ക്ലിയറൻസിന്റെയും ആവശ്യമില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എവിടെയൊക്കെയോ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം വൻകിട ലോബികൾ ധാരാളം ഇന്ത്യയെ ചൂഷണം ചെയ്യുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു ക്ലിയറൻസിന്റെ ആവശ്യമില്ലാതെ ഒരു സമ്പന്ന വ്യക്തിക്ക് ഇത്തരത്തിലൊരു വ്യവസായം സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ അത് ബാധിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെ തന്നെയാണ്. മേജർ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ആർക്കും, അതായത് സിറ്റിസണിന് ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിൽ ഉണ്ടായാൽ അതിനെതിരെ ചോദ്യം ചെയ്യുവാനോ പ്രതിഷേധം ഉണ്ടാക്കുവാനോ ഈ നിയമപ്രകാരം സാധ്യമല്ല. അത് സാധിക്കുന്നത് ഗവൺമെന്റ് അതോറിറ്റിക്കും അതുപോലെ തന്നെ ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന ആൾക്കും മാത്രമാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു ബുദ്ധിയിൽ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരിക്കലും ഒരു കള്ളൻ കട്ടിട്ട് ചെന്നിട്ട് അധികാരിയോട് പറയത്തില്ല ഞാൻ കട്ടെന്ന്. ബോധമുള്ള ഒരു കള്ളനും അങ്ങനെ പറയത്തില്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് തീർത്തും നമ്മളെ നശിപ്പിക്കലാണ്, ഇന്ത്യയെ നശിപ്പിക്കലാണ്, നമ്മുടെ മണ്ണിനെ നശിപ്പിക്കലാണ്. സോ നമ്മളൊരു പ്രതിജ്ഞ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അടുത്ത പോയിന്റായിട്ട് പറയുന്നത്, ഇതുവരെയുള്ള EIA ഡ്രാഫ്റ്റിൽ പറഞ്ഞിരുന്നത് 2000 ചതുരശ്ര മീറ്ററിൽ വരുന്ന വ്യവസായങ്ങൾ തൊട്ട് EIAയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. പക്ഷേ അത് ഈ പുതുക്കിയ നിയമപ്രകാരം അത് 1,50,000 സ്ക്വയർ മീറ്റർ
ഇതിന് മുകളിലുള്ള വ്യവസായങ്ങൾക്ക് മാത്രം ഇനി മുതൽ ക്ലിയറൻസ് മതി എന്നുള്ളതാണ്. സോ ഇതിൽ നിന്ന് തന്നെ വളരെ പച്ചയായ നഗ്നമായ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇന്ത്യയെ വീണ്ടെടുക്കലല്ല, തികച്ചും പരിസ്ഥിതിയെ നശിപ്പിക്കലാണ്. ഓരോ വർഷവും ഫോറസ്റ്റ് ഏരിയകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബോർഡർ ലൈൻസിൽപ്പെട്ട ഫോറസ്റ്റ് ഏരിയകൾ ഒത്തിരിയുണ്ട്. ഈ ഫോറസ്റ്റ് ഏരിയകൾ പച്ചയായി നശിപ്പിക്കുവാനുള്ള ലൈസൻസ് ആണ് ഈ നിയമം വഴി സർക്കാർ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. സോ ഏത് സർക്കാർ ആയിക്കോട്ടെ, പരിസ്ഥിതി സംരക്ഷണമാണ് നമ്മളുടെ ഏറ്റവും ലോകത്തിന്റെ തന്നെ ഒന്നാമത്തെ അജണ്ട. ഇന്ത്യ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആനിമൽസിന്റെ ഒക്കെ ഒരു കൂട്ടമാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പരിസ്ഥിതി നിയമം ശക്തി പ്രാപിക്കേണ്ടതിന് പകരം അതിനെ താഴേക്ക്, അതിനെ ഈസിയസ്റ്റ് ഫോമിലേക്ക് മാറ്റിയത് തീർത്തും അത് പ്രതിഷേധം അർഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂട്ടുക. അതായത് വിദേശ കമ്പനികൾക്ക് ഇന്ത്യയിൽ വന്ന് നിക്ഷേപം നടത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ സാധൂകരിച്ചു കൊടുത്തെങ്കിലേ, അല്ലെങ്കിൽ അത് ലഘൂകരിച്ചു കൊടുത്തെങ്കിലേ സാധ്യമാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മുടെ രാജ്യത്ത് വേണം. പക്ഷേ അതൊരിക്കലും പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ആവരുത്. അതൊരിക്കലും നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചുകൊണ്ടാവരുത്. ഈ മണ്ണ് ഇന്നത്തേക്ക് മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്കല്ല, വരുന്ന തലമുറയ്ക്ക് കൂടിയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നടപ്പിലാക്കുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് തീർച്ചയായിട്ടും കരിനിഴൽ വീഴ്ത്തുകയാണ് EIA ഡ്രാഫ്റ്റ് 2020. സോ നിങ്ങൾ പ്രതികരിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും ചിന്തിച്ചാൽ മതി, പബ്ലിക് ഹിയറിംഗ് ഇല്ലാതെ, ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തുടങ്ങുന്ന ഒരു വ്യവസായത്തിന്, അത് ഏതുമായിക്കൊള്ളട്ടെ, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൈനിങ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഒത്തിരി മലിനീകരണം ഉണ്ടാകുന്നുണ്ട്, ഒത്തിരി ഡീഫോറസ്റ്റേഷൻ. ഇതുവഴി ഒത്തിരി ആനിമൽസിന്, ബേർഡ്സിനൊക്കെ അവരുടെ ആവാസം നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളല്ലേ ശരിക്കും അവരുടെ കാവൽക്കാർ? തീർച്ചയായിട്ടും ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ വൈവിധ്യങ്ങൾ, നമ്മളുടെ പൂക്കൾ, നമ്മുടെ അണ്ണാൻ, നമ്മുടെ ആനിമൽസ് എല്ലാം, വൈൽഡ് ആനിമൽസ് എല്ലാം അത് നാശത്തിന്റെ വക്കിലാവും. തീർത്തും അവയെ സംരക്ഷിക്കേണ്ടത്, എൻവയോൺമെന്റിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സോ ഈ ഒരു ആക്ട് ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യുവാൻ നമ്മൾ അനുമതി കൊടുക്കരുത്. നമ്മളാൽ കഴിയുന്ന വിധം ഈ മെയിലിൽ നമ്മൾ അതിന്റെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു ലീക്കേജ് വന്നപ്പോൾ തന്നെ വിശാഖപട്ടണത്ത് പരസ്പരം മരിച്ചു വീഴുന്ന, ഒരു ശ്വാസത്തിന് വേണ്ടി പിടയുന്ന ജനങ്ങൾ, വളരെ ഭയാനകമാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ. സോ ഇത് ഒരിക്കലും ആവർത്തിക്കപ്പെടരുത്. സോ നിങ്ങൾ ഈ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് ഈ കാണുന്ന മെയിലിൽ നിങ്ങളുടെ പ്രതിഷേധം തീർച്ചയായിട്ടും നിങ്ങൾ ഒപ്പോസ് ചെയ്ത് ഇതിനെ ഗവൺമെന്റിനെ, അധികാരികളെ അറിയിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് തീർത്തും നമ്മളെ നശിപ്പിക്കലാണ്, ഇന്ത്യയെ നശിപ്പിക്കലാണ്, നമ്മുടെ മണ്ണിനെ നശിപ്പിക്കലാണ്. നമ്മുടെ ഓരോ എതിർപ്പുകളും വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. സോ നിങ്ങൾ എല്ലാവരും ഈ കാണുന്ന മെയിൽ കയറി അവരുടെ പ്രതിഷേധം അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ join in the green protest. Bye bye.